ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ്ങും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പഠിക്കാം. അപ്പോൾ ഇത് രണ്ട് പാർട്ടാണല്ലോ, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ബോഡി പാർട്ടിൻ്റെ ഈ രണ്ട് പാർട്ടും കൂടെ ഒരുമിച്ച് വെക്കുക. അതായത് നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ഒപ്പം വെക്കണം കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരുമിച്ച് വെക്കുക. വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 1 ഇഞ്ചാണല്ലോ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും 1 ഇഞ്ചല്ലേ സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ആ 1 ഇഞ്ച് എന്തിനാണ് നമ്മൾ ഇട്ട് കൊടുത്തത്? 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ബാക്കി 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും 1/2 ഇഞ്ച്, അതായത് അളവുകൾ മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുമ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ക്ലാസ് കഴിയുമ്പം ഏകദേശം നിങ്ങൾക്ക് തന്നെ 1/2 ഇഞ്ച് എത്രയാണ്, 1/4 ഇഞ്ച് എത്രയാണ്, 1 ഇഞ്ച് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുമ്പം അതൊക്കെ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. അതേ അളവിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒപ്പമാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റിച്ചിങ്ങിന് ആദ്യം നിങ്ങൾ ബിഗിനേഴ്സൊക്കെ എടുക്കുമ്പം കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കോട്ടൻ്റെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് മറ്റുള്ള ക്ലോത്തുകളിലൊക്കെ സ്റ്റാർട്ടിങ്ങിലൊന്നും അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്ന ക്ലോത്തുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ബിഗിനേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക, കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കോട്ടൻ്റെതാകുമ്പോൾ നമുക്ക് ഒരുപോലെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ഫിനിഷിങ് ഉണ്ടാവും. മറ്റേ ക്ലോത്ത് ആകുമ്പോൾ, അതായത് ഷിഫോണോ ജോർജറ്റോ അങ്ങനെ പോളിസ്റ്ററോ അങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനോട് തന്നെ മടുപ്പ് വരും. അപ്പോൾ എപ്പോഴും കോട്ടൻ്റെ ക്ലോത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മടക്കി തയ്ക്കണം. ഇതിന് ഫേസിങ് പീസൊന്നും വെക്കുന്നില്ല, പെറ്റിക്കോട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കഴുത്തും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ കൈൻ്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്യും, മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, രണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു വശത്തേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഭാഗം കട്ടി കൂടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അലവൻസ് എന്ത് ചെയ്യുക, രണ്ട് വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മടക്കി തയ്ക്കുക. ചെറുതായിട്ട് വേണം മടക്കി തയ്ക്കാനായിട്ട് കേട്ടോ. ഇത് സാധാരണ പെറ്റിക്കോട്ടിൻ്റെ ആ ഒരു ഭാഗം ചുരുട്ടി തയ്ക്കുക എന്നാണ് പറയുക. പക്ഷെ നമുക്കിപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്നവർക്ക് അത് ചുരുട്ടി തയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഈ കർവുകളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എങ്കിലും നന്നായിട്ടൊന്ന്, അതായത് ആ കർവുകളൊക്കെ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് സ്റ്റിച്ചിങ് നിർത്തുക. അതിനുശേഷം കറക്റ്റ് ലെവലിൽ മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ മടക്കിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് പോകരുത്. നമ്മൾ എത്രത്തോളം മടക്കുന്നോ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മുകളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ് നിർത്താനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മടക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതായത് മടക്കിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ തന്നെ ഈ ആം ഹോളിൻ്റെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
രണ്ടായിട്ട് മടക്കണം കേട്ടോ. ഒറ്റ മടക്ക് കൊടുക്കരുത്. ആദ്യം ഒരു മടക്ക് കൊടുക്കുക, അതിനുശേഷം വീണ്ടും ഒരു മടക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നെക്കും അതുപോലെ തന്നെ ഈ ആം ഹോൾ ഭാഗമൊക്കെ രണ്ടായിട്ട് ഒരുമിച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മടക്കും കൂടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടുമേ. അപ്പോൾ ഇതേപോലെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ സ്കേർട്ട് പാർട്ട് വെക്കാം. അതായത് നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കുക. ശേഷം നമ്മളിപ്പോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല സീം അലവൻസ്, അവിടെ നിന്നും ഒരു 1/4 ഇഞ്ചോളം കുറച്ചും കൂടെ മാർക്ക് ചെയ്യുക. ഉള്ളിലേക്ക് ബോഡി പാർട്ടിൻ്റെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ, അതായത് അവിടെ പ്ലീറ്റ് അതുവരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പ്ലീറ്റ് ഇട്ട് കൊടുക്കാതെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അത് സൈഡ് ജോയിൻ ചെയ്യുമ്പം അത് നമുക്ക് മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചാണല്ലോ നമ്മളിതിന്, അതായത് സ്കേർട്ട് പാർട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ലേ, 1/2 ഇഞ്ച് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അളവ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടതും കൂടാതെ 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതുവരെ പ്ലീറ്റ് ഇടാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 1/4 ഇഞ്ച് വേണമെന്നില്ല, ഒരു 1/2 ഇഞ്ച് നീക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലോത്ത് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുപ്പിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അതല്ല, കുറച്ച് ക്ലോത്ത്, അത് പെറ്റിക്കോട്ടല്ലേ, അധികം ക്ലോത്ത് വേണ്ട എന്നുള്ള ലെവലിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 2 ഇരട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും അടുപ്പിച്ച് പ്ലീറ്റ് ഇടാനായിട്ട് പറ്റില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ഹാൻഡ് എംബ്രോയ്ഡറി, ആരി എംബ്രോയ്ഡറി ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. നമുക്കിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഒപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത ആ ഒരു അളവ് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ലാസ്റ്റിലും നമ്മളതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡിലും സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഈ ഒരു ഗ്യാപ്പ് 1 ഇഞ്ച് നമ്മൾ കൊടുത്തു, അതിന് ശേഷം ഒരു 1/4 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു വശവും ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ഭാഗം കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് മനസ്സിലായത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എങ്ങനെയാണ് പ്ലീറ്റ് ഇടേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ. അപ്പോൾ ഈ ഒരു വശം ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സീം അലവൻസ് ഇട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ടില്ലേ, ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തതിൻ്റെ ആ ഒരു അലവൻസ് ഉണ്ടല്ലോ, ആ ഒരു തുമ്പ്, അത് എപ്പോഴും ബോഡി പാർട്ടിന് മീതേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ സ്കേർട്ട് പാർട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ 1 ഇഞ്ച് സീം അലവൻസിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട, കുറച്ചങ്ങോട്ട് ശരിച്ച്, അതായത് ഒരു 1/2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഉണ്ടായാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം മടക്കി തയ്ക്കാം. അപ്പോൾ അടിവശം മടക്കി തയ്ക്കുമ്പോൾ 4 ഇഞ്ചിൽ വേണം മടക്കി തയ്ക്കാനായിട്ട്. മീതെ നമ്മൾ 1/2 ഇഞ്ച് ഇട്ടുണ്ട് അല്ലേ, 1 ഇഞ്ചല്ലേ സ്കേർട്ട് പാർട്ടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്തെടുത്തു. ബാക്കി വരുന്ന 1/2 ഇഞ്ചിൽ, അതായത് 4 ഇഞ്ച് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ 1/2 ഇഞ്ചാണ് അടിഭാഗം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്തിൻ്റെ അളവ് തെറ്റിപ്പോകും കേട്ടോ, കുറഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണോ നമ്മൾ സീം അലവൻസ് ഇടുന്നത് അതിനനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ അരികത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത്, നമ്മൾ പെറ്റിക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം, നമ്മൾ അളവുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് അളന്ന് നോക്കാം. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കുക. 16 ഇഞ്ച് കറക്റ്റ് കിട്ടി. ഇവിടെ നമുക്ക് 10 ഇഞ്ച്, അതായത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിവർത്തിയിടുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ.